നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ആ ഒരു സമയത്ത് പച്ച മാങ്ങ കഴിക്കാനായിട്ട് തോന്നും എന്നുള്ള കാര്യം. സോ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹായ് ദയർ, ദിസ് ഈസ് ഡോക്ടർ ആര്യദേവി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമുക്ക് പച്ചമാങ്ങ കഴിക്കാൻ തന്നെ തോന്നണമെന്നൊന്നുമില്ല. പുളിയുള്ള മറ്റേതെങ്കിലും ആഹാര പദാർത്ഥങ്ങളാവാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ മുസമ്പി, ഓറഞ്ച്, അല്ലെങ്കിൽ നമ്മൾ കറിക്കൊക്കെ ചേർക്കുന്ന പുളിയില്ലേ, അതിനോട് തന്നെ നമുക്കൊരിഷ്ടം തോന്നിയെന്നും ഇരിക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ആ സമയത്ത് സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ച് തന്നെയാണ്. അപ്പോൾ ചില ആഹാര പദാർത്ഥങ്ങൾ നമുക്ക് വളരെയധികം കഴിക്കണമെന്ന് തോന്നും, പക്ഷെ ചില ആഹാരങ്ങൾ നമുക്ക് കഴിക്കാനും പറ്റില്ല. ഇതിൻ്റെയൊക്കെ കാരണം ഇത്തരത്തിലുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ച് തന്നെയാണ്. പലപ്പോഴും പ്രഗ്നൻസി സമയത്ത് നമുക്ക് നോസിയും വൊമിറ്റിങ്ങും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പുളിയുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് ഈ ഒരു ടെൻഡൻസിയൊക്കെ കുറയ്ക്കാനായിട്ട് പലപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് കൂടെ നമുക്ക് ഇതിനോടുള്ള ഒരു ക്രേവിങ് തോന്നാം. ഈ ഒരു സമയത്ത് നമ്മുടെ വായുടെ ഉള്ളിലൊക്കെ ഒരു ഡ്രൈനെസ് തോന്നുക എന്നുള്ളത് കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റമാണ്. അപ്പോൾ ഇത് കുറയാനായിട്ടും നമ്മൾ ഈ പുളിയുള്ള ആഹാര പദാർത്ഥങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുളിയുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുമ്പോഴത്തേക്കിനും ഉമിനീര് വളരെയധികം പ്രൊഡ്യൂസ് ചെയ്യുകയും അത് കാരണം ഈ ഡ്രൈനെസ് മാറുകയും ചെയ്യുന്നു. മറ്റു ചില പഠനങ്ങൾ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലുമൊക്കെ ന്യൂട്രിയൻസ് കുറവാണെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള ക്രേവിങ്സ് ഉണ്ടാവാം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രഗ്നൻസി സമയത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡ് സമീകൃതമായിട്ടുള്ള ആഹാരമായിരിക്കണം. അതായത് മിനറൽസും ന്യൂട്രിയൻസും എല്ലാം കിട്ടുന്നത് പോലെ വേണം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ പുളിയുള്ള ആഹാര പദാർത്ഥങ്ങൾ വളരെയധികം കൂടുതൽ കഴിക്കാനായിട്ടും പാടില്ല. ഒരു ലിമിറ്റിന് വേണം നമ്മൾ കഴിക്കാനായിട്ട്. അഥവാ നമ്മൾ കൂടുതൽ കഴിക്കുവാണെങ്കിലും നമുക്ക് പുളിച്ച് തികട്ടലും നെഞ്ചരിച്ചിലും ഒക്കെ വരാൻ അതൊരു കാരണമായി മാറിയേക്കാം.